ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഈ ഒരു റീസെൻറ്റ് ടൈമിൽ ദ മോസ്റ്റ് എവേറ്റഡ് സിനിമയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ടാണ്. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതൊരു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്നുള്ളത് തന്നെയാണ്. കാരണം കന്നഡ ഫിലിം ഇൻഡസ്ട്രീനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പ്ലേസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും ഈ ഒരു സിനിമ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ സിനിമ നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഈ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. ഈ ഒരു സിനിമ ഋഷഭ് ഷെട്ടിയുടെ ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾ പറയാം. അത്തരത്തിലുള്ള ഒരു റൈറ്റിങ്ങും അതുപോലെ അതിൻ്റെ ആക്ടിങ് പെർഫോമൻസ് ആയാലും ആ ഒരു രീതിയിലാണ്, അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയുടെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹോംബാലെ ഫിലിംസ് ആണ്. കാന്താരയുടെ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നു. അതും ഒരു വലിയൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഋഷഭ് ഷെട്ടി കൂടാതെ ജയറാമിൻ്റെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഈ സിനിമയിലുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫീമെയിൽ ലീഡ് ചെയ്തിട്ടുള്ളത് രുക്മിണി വസന്ത്. ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി അരവിന്ദ് എസ് കാശ്യപ്. അതുപോലെ തന്നെ മ്യൂസിക് സൗണ്ട് ട്രാക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് അജ്നീഷ് ലോക്നാഥാണ്. അതുപോലെ ഇതിൻ്റെ എഡിറ്റർ സുരേഷ് മല്ലയ. ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് കാന്താര എന്ന് പറഞ്ഞാൽ വളരെ ഒരു ശ്രേഷ്ഠമായ ഒരു ഭൂമിനെ കുറിച്ചിട്ടും അവിടുത്തെ സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചിട്ടുമാണ്. പിന്നെ ഇതിൽ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം അത്ര നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വർക്കായിട്ടുണ്ട്. അതുപോലെ അത്രയും നല്ല ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു വളരെ കൺവിൻസിങ് ആയ രീതിയിലാണ് അതിലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണ ഒരു റോള് കൂടിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡിലുള്ള കുറേ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഋഷഭ് ഷെട്ടിയുടെ. അത് വളരെ മനോഹരമായിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് ഈ സിനിമയിൽ വളരെ ഇമ്പാക്റ്റോട് കൂടിയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ഗൂസ് ബംസ് വരണ മൊമെൻറ്റ്സുകൾ ഈ സിനിമയിലുണ്ട്. പടത്തിൻ്റെ തുടക്കത്തിലായാലും അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്തായാലും അതുപോലത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു 90% ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി വളരെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിനിമോട്ടോഗ്രാഫി ആയാലും ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ഷൻ എടുത്താലും പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്താലും എല്ലാം ഒരു വേൾഡ് ക്ലാസ് ലെവലിലാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ളത് ജയറാമാണ്. ജയറാമിൻ്റെ നമുക്കറിയാം വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അതർ ലാംഗ്വേജസ് എന്ന് വന്നിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ ഈ റീസെൻറ്റ് ടൈമിൽ ജയറാം അവതരിപ്പിച്ച ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന റോളുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പടത്തിൽ വളരെ നല്ല ഒരു ക്യാരക്ടറൈസേഷനാണ് ജയറാമിന് നൽകിയിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയാവുന്നൊരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഫീമെയിൽ ലീഡ് ചെയ്തിട്ടുള്ളത് രുക്മിണി വസന്ത്. അത് നമുക്ക് പല ഷെയ്ഡുകളുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് ഇതിൽ രുക്മിണി വസന്ത് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും ഒരു പവർഫുൾ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു സെക്കൻഡ് ഹാഫിലേക്ക് വരണ സമയത്ത് നമ്മളിത് ഓൾമോസ്റ്റ് പടം എൻഡ് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്ത് പിന്നെയും അടുത്ത ക്ലൈമാക്സിലേക്ക് പടം പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു 2 ക്ലൈമാക്സ് ഇതിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളും അങ്ങനെ ക്യാരക്ടേഴ്സിന് ഒരുപാട്
ഷെയ്ഡ്സും കൊടുത്തിട്ടാണ് ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറൈസേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഏറ്റവും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലത്തെ VFX തന്നെയാണ്. അപ്പോൾ VFXയിൽ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുള്ളത് ഷാരൂഖ് ഖാൻ്റെ റെഡ് ചില്ലീസ് ആണ്. അപ്പോൾ നമുക്കറിയാം റെഡ് ചില്ലീസിൻ്റെ ഇതിന് മുമ്പ് VFX ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ, കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ അത് വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാ പെർഫോമൻസിലായാലും അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും പ്രൊഡക്റ്റ് ഡിസൈൻ ആയാലും എല്ലാ രംഗത്തും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ സിനിമയ്ക്ക് എല്ലാ രംഗത്തു നിന്നും വന്നിട്ടുള്ളത്. അപ്പം അത് തന്നെ ആയിരിക്കാം ഈ സിനിമേനെ ഇത്ര മെയിൽ ഒരു ആളുകൾക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ ആ പടത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളിലും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇതിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു.